ഹലോ ഫ്രണ്ട്സ്, എനിക്ക് ചെറുപ്പത്തിൽ പൈക്ക ഡിസോർഡർ എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ഈ ഇടയ്ക്കാണ് ഞാൻ ശരിക്കും അറിയണത് തന്നെ. അതിന് നമുക്ക് ക്രേവിങ് എന്ന് കേട്ടിട്ടുണ്ടോ? ക്രേവിങ് ഒരു സാധനത്തോട് അമിതമായ ആഗ്രഹമാണ്, കഴിക്കാനുള്ള ആഗ്രഹമാണ് ക്രേവിങ് എന്ന് പറയുക. അപ്പോൾ ചെറുപ്പത്തിൽ കുട്ടികൾ മണ്ണ്, ചളി, കരിക്കട്ട, പിന്നെ ചെറിയ ചെറിയ പ്രാണികൾ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടാവും. അതുപോലെയായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ കരിക്കട്ട ഉപയോഗിക്കുമായിരുന്നു. ഏകദേശം ഒരു 3ാം ക്ലാസ് തൊട്ടാണ് ഇതിനോടൊരു ടെൻഡൻസി തുടങ്ങിയത്. രാവിലെ പല്ല് തേക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ പീസ് വീതം എടുക്കുമായിരുന്നു. പിന്നെ അത് 2ഉം 3ഉം തവണ ഒരു നേരം ഞാൻ എടുത്ത് ചവച്ച് കുറച്ചങ്ങ് ഇറങ്ങിപ്പോവും, ബാക്കി തുപ്പിക്കളയും. അങ്ങനെ അപ്പോൾ അതിനോട് ഭയങ്കര ഒരു ക്രേസായി തുടങ്ങി. വീട്ടുകാർക്ക് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. ഞാനൊരു 7ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഇത് പല്ല് തേക്കൽ 2-3 നേരം മാത്രമൊന്നുമല്ല, സ്കൂളിൽ പോയിട്ട് വന്നിട്ട് മണിക്കൂർ ഇടവിട്ട് ഇതിങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ മീൻസ് അങ്ങ് ഇറക്കൂല, ഇങ്ങനെ ചവച്ചിട്ട് തുപ്പിക്കളയുക. അതിനോട് വല്ലാത്തൊരു ആക്രാന്തം. അങ്ങനെ നമുക്ക് സൗന്ദര്യബോധമൊന്നും അന്ന് ഉദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ചാമ്പലില്ലേ, അതിനകത്ത് കരിക്കട്ട കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ കത്തിക്കൊണ്ടിരിക്കണ വിറക് ഉമ്മ എന്തിനെങ്കിലും ആവശ്യത്തിന് അടുക്കളയിൽ നിന്ന് മാറുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് തീ അണച്ചിട്ട് അതിനെങ്ങനെ സേവ് ചെയ്ത് ഒരു ചിരട്ടയിലോ എന്തിനെങ്കിലും ആക്കി സേവ് ചെയ്തിട്ട് ഓടി ടെറസിൽ കൊണ്ടുപോകും. ടെറസിൽ കൊണ്ടുപോയിട്ട് ആ ചൂടോടെ തന്നെ എടുത്ത് കടിക്കുക. അപ്പോൾ ചില മരത്തിൽ കറ ഉണ്ടാവും, ആ കറ അതിൽ തന്നെ കത്തി തീരാത്തതുകൊണ്ട് ആ കറ അതിൽ തന്നെ പറ്റി പിടിച്ചിരിക്കും. അപ്പം അതിങ്ങനെ എൻ്റെ ഈ ചുണ്ടുമേലൊക്കെ അങ്ങനെ കറ പിടിക്കാൻ തുടങ്ങി. ഈ നമ്മൾ പറങ്കി മാങ്ങേരെ കറ പിടിക്കൂല, അത് കണക്ക് കറ പിടിക്കാൻ തുടങ്ങി. ചെറുതിലെ മുതലേ 2 ചുണ്ടിന്, ഇപ്പം ലിബാമ ഒന്നും ഇട്ടിട്ടില്ല, 2 ചുണ്ടിന് നല്ല കളറാണ്. അപ്പോൾ ഇവിടെ മൊത്തം കറ പിടിച്ചിട്ട് ഈ കാണുന്ന പോലെയല്ല, ഒരു ഭയങ്കര വൃത്തികേടായി തുടങ്ങി. അപ്പോൾ ഞാൻ തന്നെ, നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേ നമുക്ക് സൗന്ദര്യബോധം വേണ്ട. അങ്ങനെ കണ്ണാടി നോക്കി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര വിഷമായി. എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഞാൻ തന്നെ ശ്രമിക്കാൻ തുടങ്ങി. ശരിക്കും ഒരു 9ാം ക്ലാസ് കഴിഞ്ഞ് സ്വയം അത് വേണ്ടാന്ന് വെച്ച് മാറ്റാനായിട്ട്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളെ വീട്ടിൽ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാം. അത് അയൺ ഡെഫിഷ്യൻസിൻ്റെ കുറവുകൊണ്ടാണ്. നമുക്ക് വൈറ്റമിൻസ് പലതും, പിന്നെ അയൺ, കാൽഷ്യം ഇങ്ങനെ കുറവുള്ള കുട്ടികൾ അത് എന്തിൽ നിന്ന് കിട്ടുന്നോ ആ സാധനം ഉപയോഗിക്കുന്നതാണ് ശരിക്കും ഇത്. അതിനെയാണ് പൈക്ക ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്തൊക്കെയാണ് ആ കുട്ടിക്ക് കുറവുള്ളതെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. എന്നെപ്പോലുള്ള ഇങ്ങനത്തെ വൃത്തികെട്ട ശീലങ്ങളുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. നന്ദി.